അജിത് കുമാർ എഡ്യൂസോണിൻ്റെ കറണ്ട് അഫേഴ്സ് സെഷൻ്റെ 10ാമത് എപ്പിസോഡ് 25/11/2024 10ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ആഗോള സ്പേസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് 10ാമത് എപ്പിസോഡിൽ നമ്മുടെ ആദ്യത്തെ ഫാക്റ്റായി അവതരിപ്പിക്കുന്നത്. മൂൺ, ചന്ദ്രനിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി ESAയുടെ പദ്ധതിയുടെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ചന്ദ്രനിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA എന്നാണ് പറയുക. ESAയുടെ പദ്ധതിയുടെ പേരെന്ത്? ചോദ്യം വ്യക്തമാണല്ലോ. എന്താണ് പദ്ധതിയുടെ പേര്? LCNS എന്നാണ്. അതിൻ്റെ ഫുൾ ഫോം മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സർവീസസ്. ഒന്നുകൂടി പറയുന്നു, മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സർവീസസ് LCNS ആണ് ചന്ദ്രനിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന ഈ ESAയുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പദ്ധതിയുടെ പേര്. അത് വ്യക്തമാണല്ലോ, രസകരമാണല്ലോ. ഇനി വളരെ പെട്ടെന്ന് രണ്ടാമത്തെ ഫാക്റ്റിലേക്ക്. ഫാക്ട് നമ്പർ 2, വിദേശ നിക്ഷേപകരെ ആകർഷിക്കുകയും ആ നിക്ഷേപം രാജ്യത്ത് തന്നെ തുടർച്ചയായി നിലനിർത്തുകയും ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഫാക്റ്റ് അവതരിപ്പിക്കുന്നു. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുക, ആകർഷിച്ച നിക്ഷേപം രാജ്യത്ത് തന്നെ തുടരാൻ സാധ്യമാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ പട്ടിക മുൻഗണനാക്രമത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യമേത്? അതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ. ഏതാണ് ആ രാജ്യം? രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും മുകളിലായി ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, ദുബായ് ആൻഡ് അബുദാബി. രണ്ട് രാജ്യങ്ങളാണ് വിദേശ നിക്ഷേപ സ്വീകരണവും അത് രാജ്യത്ത് തുടർച്ചയായി നിലനിർത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനം ദുബായ്, 2 അബുദാബി. ഓക്കെ, ടു ദ തേർഡ് ഫാക്റ്റ്. തേർഡ് ഫാക്റ്റ് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉള്ളതാണ്. കഴിഞ്ഞ വാരവും വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലേക്ക് വയ്ക്കുക. 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഞാൻ പറയുന്നു. 1 റവന്യൂ, 2 സർവേ, 3 രജിസ്ട്രേഷൻ. അപ്പോൾ റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വകുപ്പുകളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ പേരെന്താണ്? 3 ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുള്ള സംയോജിത പോർട്ടൽ. ഇത് വേറൊരു രീതിയിൽ നമ്മൾ പലവട്ടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു ചോദ്യമാണ്. ഈ സംയോജിത പോർട്ടലിൻ്റെ പേര് എൻ്റെ ഭൂമി എന്നാണ്. ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള ഭൂരേഖകൾ ലഭ്യമാക്കുന്ന പോർട്ടലിൻ്റെ പേരെന്ത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സംയോജിത പോർട്ടൽ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ പേര് എൻ്റെ ഭൂമി. അത് വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിൽ ഇപ്പോഴേ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കും. ഇനി ഫാക്ട് നമ്പർ 4ലേക്കാണ്. അത് സുപ്രീം കോടതിയുടെ വിഖ്യാതമായ ഒരു വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്, പ്രസ്താവവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അടുത്തിടെ 50 വർഷം തികഞ്ഞ സുപ്രീം കോടതിയുടെ ഒരു വിഖ്യാത വിധി കഴിഞ്ഞ വാരം വളരെ വാർത്താ പ്രാധാന്യം നേടി. എന്താണ് ആ വിധി? എന്താണ് അതിൻ്റെ പേര്? കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ്. ഇത് സംബന്ധിച്ച വിധിയാണ് ഇപ്പോൾ 50ാം വാർഷികം ആഘോഷിക്കുന്നത്. അതിൻ്റെ പേര് ഒന്നുകൂടി ഞാൻ പറയുന്നു, കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ, ഇനി ഈ ആഴ്ചയിലെ 5ാമത് ഫാക്റ്റിലേക്ക്. ഇത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്ത മറ്റൊരു പോയിൻ്റാണ്, മറ്റൊരു ഫാക്റ്റാണ്. ബ്രിക്സ് ഉച്ചകോടി സംബന്ധിച്ച് തന്നെയാണ്. ബ്രിക്സ് എന്താണ്? ബ്രിക്സ് അതിൻ്റെ ഒരു നട്ഷെൽ ആദ്യം കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത്. അതാദ്യം മനസ്സിലാക്കാം. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ഇപ്പോൾ 16ാമത് ഉച്ചകോടിയാണ് എവിടെ വെച്ചാണ് നടന്നത്? റഷ്യയിലെ കസാനിൽ വച്ചാണ് 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഇതൊക്കെ ഞാൻ ഫാക്റ്റ് പറയുന്നത് ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റഷ്യയിലെ കസാനിൽ വച്ച് 16ാമത് ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന ബ്രിക്സ്. അതിന് ഇപ്പോൾ ഒരു പ്രമേയമുണ്ട്. ഇത്തവണത്തെ ഉച്ചകോടിക്കൊരു പ്രമേയം. ആ പ്രമേയവും കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും ബഹുമുഖവാദം എന്നുള്ളതാണ്. ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രമേയം, ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം. ആ പ്രമേയം ഞാൻ ഒന്നുകൂടി പറയുന്നു. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി
ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയമെന്ന് പറയുന്നത്. 2009 ബ്രിക്സ് ആരംഭിക്കുന്നു. അന്ന് 4 രാജ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വീണ്ടും പറയുന്നത് മനസ്സിലേക്ക് ഒന്നുകൂടി കയറാനാണ്. 4 രാജ്യങ്ങളായിരുന്നു: ബ്രസീൽ, റഷ്യ, പിന്നെ നമ്മുടെ ഇന്ത്യ, പിന്നെ അയൽ രാജ്യവുമായ ചൈന. ഈ 4 രാജ്യങ്ങൾ ചേർന്ന്. പിന്നീട് 2010 ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക കൂടി ഇതോടൊപ്പം ചേർന്നു. അങ്ങനെ ഇതിൻ്റെ പേര് ബ്രിക്സ് എന്നായി മാറി. ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഒരു നട്ഷെല്ലായി കൂട്ടുകാർ മനസ്സിൽ വയ്ക്കേണ്ടത്. 2009 ആരംഭിക്കുന്നു. അന്ന് 4 രാജ്യങ്ങൾ: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. പിന്നീട് 2010 വന്നതാര്? സൗത്ത് ആഫ്രിക്ക. അപ്പോൾ പേരെങ്ങനെ മാറി? ബ്രിക്സ്. ഇത്രയും കാര്യങ്ങൾ കൂടി മനസ്സിൽ വയ്ക്കുക. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് പ്രയോജനം ചെയ്തിരിക്കും. ഇനി ഫാക്ട് നമ്പർ 6 ഇത് ഓസ്കാർ നോമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇതും നമ്മൾ കഴിഞ്ഞ വാരം ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ്. 2024 ഒക്ടോബർ, ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു മലയാള ചിത്രത്തിൻ്റെ തിരക്കഥ ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ് 2024 ഈ വർഷം ഒക്ടോബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഉള്ളൊഴുക്ക് എന്നതാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ് ഓസ്കാർ ലൈബ്രറിയിലേക്ക് 2024 ഒക്ടോബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് മനസ്സിൽ ഓർത്തു വയ്ക്കുന്നത് നന്നാവും. ഇന്ന് നമുക്ക് 7ാമത് ഫാക്റ്റിലേക്ക് വളരെ പെട്ടെന്ന്. 7ാമത് ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്? ആർമിയുടെ ചീഫ് ആര് എന്നുള്ളതാണ് ചോദ്യം. വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മറക്കണ്ട, ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അദ്ദേഹമാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ടു ദ നെക്സ്റ്റ് ഫാക്റ്റ്, ഫാക്ട് നമ്പർ 8. 8ാമത് ഫാക്റ്റ് ഒരു അന്താരാഷ്ട്ര അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്. അവാർഡിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ 2024. ബാക്ക്ഡ് ബൈ ആരാണ്? ഇവിടെ ആൻസർ രസകരമായൊരു സംഗതിയാണ്. നമ്മുടെ സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഏതിൻ്റെയാണ്? സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള KN ആനന്ദകുമാറിനാണ് ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ദി ഇയർ 2024 കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി പറയുന്നു, KN ആനന്ദകുമാർ. ഓക്കെ, ഇനി വളരെ പെട്ടെന്ന് ഫാക്ട് നമ്പർ 10. ഇത് ഒരു വംശനാശം നേരിടുന്ന ഒരു സ്പീഷീസ്, ഒരു വന്യജീവിയുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വംശനാശം നേരിടുന്ന ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ്. അതിൻ്റെ പടമൊക്കെ നമ്മൾ TV-യിലും മറ്റു മാധ്യമങ്ങളിലും കണ്ടതാണ്. വളരെ ഗോൾഡൻ കളറിലുള്ള ഒരു പൂച്ച, ഗോൾഡൻ ക്യാറ്റ്. ഇത് വംശനാശം നേരിടുന്ന ലിസ്റ്റിലുള്ളതാണ്. അതിൻ്റെ സാന്നിധ്യം ക്യാമറയിൽ പകർത്താൻ സാധിച്ചു. അതിപ്പോൾ ഉണ്ടെന്ന് സാരം. അത് എവിടെയാണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമായത്? ആസാമിലെ ദേശീയ ഉദ്യാനമായ മാനസിലാണ് ഇതിൻ്റെ സാന്നിധ്യം, ഗോൾഡൻ ക്യാറ്റിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച പിക്ചർ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആസാമിലെ ദേശീയ ഉദ്യാനത്തിൻ്റെ പേരെന്താ? മാനസ്. അവിടെ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കി വയ്ക്കുക, ആസാമിലെ മാനസ്. ഓക്കെ, ഇനി ഒരു ബ്രാൻഡ് അംബാസഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വളരെ പെട്ടെന്ന് ഞാൻ പറയാം. നമ്മളെ ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നു. ആ ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആര്? അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്കേവർക്കും അറിയാവുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അംബാസഡർ ധോണി, മറക്കണ്ട. ഇനി ഫാക്ട് നമ്പർ 11. ഇത് ഒരു ബോളിവുഡ് ഗായകനെ സംബന്ധിച്ചാണ്. പക്ഷേ ബോളിവുഡ് ഗായകനാണെങ്കിലും അദ്ദേഹം മലയാളിയാണ്. എന്താണ് വാർത്താ പ്രാധാന്യം? 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ അദ്ദേഹത്തിന് ഒരു ആദരം നൽകി. അതാണ് വാർത്താ പ്രാധാന്യം. അപ്പോൾ 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരം നൽകിയ മലയാളിയായ ബോളിവുഡ് ഗായകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലോ? ആരാണ്? മലയാളിയായ ബോളിവുഡ് ഗായകൻ്റെ പേര് കൃഷ്ണകുമാർ കുന്നത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനാണ് 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരം നൽകിയത്. ഇതുകൂടി മനസ്സിൽ വയ്ക്കുക. ഓക്കെ അല്ലേ? ഡൺ.
ഇനി ഫാക്ട് നമ്പർ 12, വെരി ഇമ്പോർട്ടൻറ്റ്. സെബി നമ്മൾ കേട്ടിട്ടുണ്ട്, SEBI നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നുണ്ട്. സെബി എന്താ ഫുൾ ഫോം? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി എന്ന് പറയുന്നത്. ഈ സെബിയുടെ അധ്യക്ഷ ആരാണ് ഇപ്പോൾ? അതാണ് ചോദ്യം. എന്താണ് സെബിയുടെ അധ്യക്ഷ ആര്? ഓക്കെ, ആരാ? സെബിയുടെ അധ്യക്ഷ മാധബി പുരി ബുഞ്ച്. പേരൊന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് വായിക്കാനും സാധിക്കുന്നു, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. മാധബി പുരി ബുഞ്ച് അവരാണ് സെബിയുടെ പുതിയ അധ്യക്ഷ. ഓക്കെ അല്ലേ? ഇനി ഫാക്ട് നമ്പർ 13, അതൊരു വമ്പൻ പരീക്ഷണമാണ്, ശൂന്യാകാശ പരീക്ഷണമാണ്, നമ്മുടെ ISROയുടെ പരീക്ഷണമാണ്. എന്താ സംഗതി? ശൂന്യാകാശത്ത് വെച്ച് ബഹിരാകാശ പേടകങ്ങളെ സംയോജിപ്പിക്കുക. വളരെ മൈന്യൂട്ടായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ISROയുടെ ഈ പരീക്ഷണത്തിനൊരു പേരുണ്ട്. എന്താണ് ആ പേര്? അതിന് പറയുന്നത് സ്പേസ് ഡോക്കിംഗ് എന്നാണ്. സ്പേഡെക്സ് എന്നും നമ്മൾ പറയും. നിങ്ങൾക്ക് കാണാം സ്പേസ് ഡോക്കിംഗ്. ചോദ്യം അതല്ല. ഇങ്ങനെ സ്പേസ് ഡോക്കിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പേടകങ്ങളെ ഇപ്പോൾ ശൂന്യാകാശത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പേടകങ്ങൾ ഏതൊക്കെ? അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? സ്പേസ് ഡോക്കിങ്ങിന് വേണ്ടിയിട്ട് ശൂന്യാകാശത്തേക്ക് നമ്മൾ അയക്കുന്ന 2 പേടകങ്ങൾ ഏതാണ്? ISRO ആണ് അതിൻ്റെ പിന്നിൽ. ആ പേടകങ്ങളുടെ പേരെന്ത്? അതാണ് 2 പേടകങ്ങളുടെ പേര്. ഒന്ന് ചേസർ, കാണാൻ കഴിയുന്നില്ലേ? 2 ടാർഗറ്റ്. അപ്പോൾ ചേസർ ആൻഡ് ടാർഗറ്റ്, ഈ 2 പേടകങ്ങളാണ് സ്പേസ് ഡോക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസിലേക്ക് അയക്കുന്ന 2 സാറ്റലൈറ്റ്സ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 14ലേക്ക്. ഈ പോയ വാരം ഒഡീഷ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയവയുടെ തീരങ്ങളിൽ ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റുണ്ടായിരുന്നു. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഈ ഒക്ടോബർ മാസം ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? സിമ്പിളാണ്. അത് ദാന ചുഴലിക്കാറ്റ് എന്നാണ് നമ്മൾ അതിന് പേര് നൽകിയിരിക്കുന്നത്. ദാന ചുഴലിക്കാറ്റ്. മറക്കണ്ട, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 15ലേക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ ഒരു ഫാക്റ്റാണ്. അത് നമ്മുടെ കേരളത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നൊരു ഫാക്റ്റുമാണ്. എല്ലാ ഭൂരേഖകളും സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന രാജ്യത്തെ ആദ്യത്തെ വില്ലേജ് ഇത്. ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ പ്രാധാന്യമല്ലേ? നമ്മൾ പണ്ട് കോട്ടയം പറഞ്ഞതുപോലെ, സമ്പൂർണ്ണ സാക്ഷരത പറഞ്ഞതുപോലെ, എല്ലാ ഭൂസേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വില്ലേജിൻ്റെ പേരെന്താണ്? മറ്റൊന്നുമല്ല, കാസർഗോഡ് ജില്ലയിലാണ് സംഭവം. കുമ്പള പഞ്ചായത്തിലുമാണ് സംഭവം. 2ഉം K ആണ്, ശ്രദ്ധിക്കുക. കാസർഗോഡ്, കുമ്പള. ഇനി വരുന്ന പഞ്ചായത്തിൻ്റെ പേര് ഉജാർ ഉളുവാർ എന്നാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് തെറ്റണ്ട. ഉജാർ ഉളുവാർ എന്നാണ് വില്ലേജിൻ്റെ പേര്. അപ്പോൾ എല്ലാ സേവനങ്ങളും ഭൂസേവനങ്ങളും കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിലൂടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കിയ രാജ്യത്തെ ആദ്യത്തെ വില്ലേജ് ഏതാണ്? അതാണ് ചോദ്യം. കാസർഗോഡ് കുമ്പള പഞ്ചായത്തിലെ ഉജാർ ഉളുവാർ വില്ലേജാണ് ഇത്തരത്തിൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പേരൊന്നുകൂടി പറയുന്നു, ഉജാർ ഉളുവാർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ട് നമ്പർ 16. നമ്മളെ സ്കൂൾ കായികമേള ഇപ്പോൾ നടത്തപ്പെട്ടു. നമുക്ക് ഏവർക്കും അറിയാം, സ്കൂൾ കായികമേള 2024 സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? ഇതാണ് ചോദ്യം. ആരാ ബ്രാൻഡ് അംബാസഡർ? PR ശ്രീജേഷ്. നമുക്കറിയാം, വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഗതിയാണ്. ബ്രാൻഡ് അംബാസഡർ സ്കൂൾ കായികമേള PR ശ്രീജേഷ്. മറക്കണ്ട, PR ശ്രീജേഷ്, ബ്രാൻഡ് അംബാസഡർ ഫോർ സ്കൂൾ കായികമേള. ഓക്കെ. ഇനി വളരെ പെട്ടെന്ന് ഫാക്ട് നമ്പർ 17ലേക്ക്. ഇത് ലോക പോളിയോ ദിനവുമായി ബന്ധപ്പെട്ടാണ്. എന്നാണ് ലോക പോളിയോ ദിനം? അതാണ് ചോദ്യം. ലോക പോളിയോ ദിനം എന്ന് മറക്കണ്ട. ഒക്ടോബർ 24, ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. ഇതിൻ്റെ ഒരു അലൈഡ് ഫാക്റ്റായിട്ട് ഒരു കാര്യം കൂടി പറയാം. ലോകാരോഗ്യ സംഘടന 2014 മാർച്ചിൽ, എന്നാണത്? 2014 മാർച്ചിൽ എത്ര വർഷമായി? 10 വർഷം മുമ്പ് തന്നെ ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാലും ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഓക്കെ, ഇത് മനസ്സിൽ വയ്ക്കുക. ഇനി ഫാക്ട് നമ്പർ 18th ഫാക്റ്റാണ്. നമ്മുടെ കുടുംബശ്രീയുണ്ട്. കുടുംബശ്രീയുടെ സേവനങ്ങൾ ഈ സ്മാർട്ട് ഫോണിൽ, നമ്മുടെ ഫോണിൽ ലഭ്യമാകുന്നതിനുള്ളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഏതിൻ്റെ സേവനങ്ങളാണ്? കുടുംബശ്രീയുടെ സേവനങ്ങൾ. എവിടെ ലഭ്യമാക്കാനാണ്? സ്മാർട്ട് ഫോണിൽ. എന്താണ് ചോദ്യം?
ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? എന്താണ് ആപ്ലിക്കേഷൻ്റെ പേര്? ആപ്ലിക്കേഷൻ്റെ പേര് പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നാണ്. എന്താണ് അതിൻ്റെ പേര്? പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നാണ്. കുടുംബശ്രീ സേവനങ്ങൾ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ്റെ പേര് പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നാണ്. ഇമ്പോർട്ടൻ്റ്, അത് മനസ്സിൽ ഒന്ന് തിരികെ വെച്ചോളൂ. ഈ ഫാക്ട് നമ്പർ 19 ഇതും മറ്റൊരു പോർട്ടലുമായി ബന്ധപ്പെട്ടതാണ്. ഒരു 100 കണക്കിന് പോർട്ടലുകൾ ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ ഒന്ന് വായിച്ചു പോകുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ 2 വട്ടം പറഞ്ഞു പോയാൽ സമയത്ത് ഓർമ്മിച്ചു വരും. അതുകൊണ്ടാണ് പറയുന്നത്. 19ാമത്തെ ഫാക്ട്, രാജ്യത്തെ അസംഘടിത തൊഴിലാളി ക്ഷേമം. മനസ്സിലായില്ലേ? സംഘടിത തൊഴിലാളി ക്ഷേമമല്ല, അസംഘടിത മേഖലയിൽപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിന് സർക്കാർ രൂപീകരിച്ച ഏകീകൃത പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുന്നു. രാജ്യത്തെ അസംഘടിത തൊഴിലാളി ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഏകീകൃത പോർട്ടൽ ഏത്? ഇതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് വായിക്കാം, 2 വട്ടം പറയുക, മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടും. ഈ സ്കീം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നാണ്. എന്താണ് അതിൻ്റെ പേര്? ഈ സ്കീം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പോർട്ടൽ എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. ഒന്നുകൂടി പറയുന്നു, ഈ സ്കീം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ പോർട്ടൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 20, നമ്മുടെ വിഖ്യാതനായ ചലച്ചിത്ര നടൻ, മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന ചലച്ചിത്ര നടൻ ശ്രീ മധു, അദ്ദേഹത്തിന് പോയ വാരം ഒരു പ്രധാനപ്പെട്ട അവാർഡ് ലഭിക്കുകയുണ്ടായി. എന്താണ് അവാർഡിൻ്റെ പേര്? പ്രൊഫസർ മൂഴിക്കുളം വി ചന്ദ്രശേഖരപിള്ള സ്മാരക നാഗധ്വനി പുരസ്കാര ജേതാവായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട അഭിനേതാവ് ആരാണ്? സീനിയർ ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് മധു, ശ്രീ മധു. അദ്ദേഹത്തിനാണ് അവാർഡ് ലഭ്യമായിട്ടുള്ളത്. അവാർഡിൻ്റെ പേരും ലഭിച്ച ആളും 2 വട്ടം കേട്ട് ഹൃദിസ്ഥമാക്കുക. ഓക്കെ. ദെൻ വളരെ പെട്ടെന്ന് ഫാക്ട് നമ്പർ 21. ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പുതിയ ആളിനെ നിയമിച്ചിട്ടുണ്ട്. ആരാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? എത്രാമത് ചീഫ് ജസ്റ്റിസാണ്? ആദ്യമേ ഞാൻ പറയാം, 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് പുതിയ ആളിനെ നിയമിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മറക്കണ്ട, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അദ്ദേഹം 51ാമത് ചീഫ് ജസ്റ്റിസാണ്. ഫാക്ട് മനസ്സിലായത്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 51. ഓക്കെ. ഇനി ഫാക്ട് നമ്പർ 22, 22ാമത് ഫാക്റ്റിലേക്ക്. എന്താണ് 22nd ഫാക്ട്? 2024 ഒരു അവാർഡ് സംബന്ധിച്ചാണ്, ഒരു പുരസ്കാരം സംബന്ധിച്ചാണ്. 2024 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ഡിയോർ പുരസ്കാര ജേതാവാരാണ്? എന്ത് പുരസ്കാരമാണ്? ബാലൺ ഡിയോർ പുരസ്കാരം. എന്തിനുള്ളതാണ്? മികച്ച ഫുട്ബോളർക്കുള്ള. ഏത് വർഷത്തെയാണ്? 2024. ആരാണ് ബാലൺ ഡിയോർ പുരസ്കാര ജേതാവ്? ഇതാണ് ചോദ്യം. ആരാ? ആൻസർ നമുക്ക് ഏവർക്കും അറിയാവുന്ന റോഡ്രിയാണ് 2024 മികച്ച ഫുട്ബോളർക്കുള്ള ബാലൺ ഡിയോർ പുരസ്കാര ജേതാവ്, റോഡ്രി. ഓക്കെ. ഇനി 23ാമത് ഫാക്റ്റിലേക്ക്. കഴിഞ്ഞ വാരം നമ്മുടെ വനിതാ ഹോക്കിയിൽ നിന്നും വളരെ പ്രശസ്തയായ ഒരു താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. ആരാണ് വനിതാ ഹോക്കിയിൽ നിന്നും പോയ വാരം വിരമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ഹോക്കി താരം? ആരാണ്? റാണി രാംപാലാണ് പോയ വാരം ഇന്ത്യൻ വനിതാ ഹോക്കിയിൽ നിന്നും വിരമിച്ചിട്ടുള്ളത്. പേര് ഒന്നുകൂടി പറഞ്ഞ് ഹൃദയസ്ഥമാക്കുക, റാണി രാംപാൽ. ഓക്കെ. ഇനി 24th ഫാക്റ്റാണ്. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണ്. ഫിഫ നമുക്കറിയാം, ലോക ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ആഗോള ഫുട്ബോൾ സംഘടനയാണ് ഫിഫ എന്ന് നമുക്കറിയാം. അവർ റാങ്കിങ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും സ്ഥാനം പറയുന്നുണ്ട്. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച ഈ സ്ഥാനമനുസരിച്ച്, പട്ടികയനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്ര? അതാണ് ചോദ്യം. ഇന്ത്യയുടെ സ്ഥാനം വളരെ മുകളിലൊന്നുമല്ല, വളരെ താഴെയാണ്. 125 ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഫുട്ബോൾ റാങ്കിങ് എന്ന് പറയുന്നത് 125. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും മുകളിൽ ആരാ? അർജൻറ്റീന. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാമ്പ്യനായ ബ്രസീൽ എവിടെയാണ്? 5ാം സ്ഥാനത്ത്. ബ്രസീൽ 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് അർജൻറ്റീനയാണ്. ഇന്ത്യ 125ാം സ്ഥാനത്താണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അത് സംബന്ധിച്ച്. ഇനി ഫാക്ട് നമ്പർ 25ലേക്ക്. ഇത് കേരള സർക്കാരിൻ്റെ ഒരു ഗവേഷണ പുരസ്കാരം പോയ വാരം പ്രഖ്യാപിക്കുകയുണ്ടായി. ഗവേഷണ പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ കൈരളി ഗവേഷണ പുരസ്കാരം ലഭ്യമായതാര്? എന്താണ് കൈരളി ഗവേഷണ പുരസ്കാരം? വിവിധ ശാസ്ത്ര ശാഖകളിലെ
സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ റിസർച്ചേഴ്സ് എന്നാണ് പറയുക. ആ അവാർഡ് 3 കാറ്റഗറിയിലായി 3 പേർക്ക് എമിനൻറ്റ് പേഴ്സണാലിറ്റിക്ക് ലഭ്യമായിട്ടുണ്ട്. 3 പേരുടെയും പേര് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി മേഖലയിൽ പ്രൊഫസർ ചാത്തനാത്ത് അച്യുതനുണ്ണി 1 ഫോർ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി. അങ്ങനെയാണെങ്കിൽ സയൻസ് മേഖലയിൽ പ്രൊഫസർ PP ദിവാകരൻ, ഓർത്തുവയ്ക്കൂ, PP ദിവാകരൻ ഫോർ സയൻസ്. പിന്നെ സോഷ്യൽ സയൻസ് മേഖലയിൽ പ്രൊഫസർ KP മോഹനൻ, 3 പേര്, KP മോഹനൻ. 3 പേരുകളും ഞാനൊന്നുകൂടെ പറയുന്നു. കൈരളി ഗവേഷണ പുരസ്കാരമാണ്, ഗവൺമെൻറ്റിൻ്റേതാണ്, സംസ്ഥാന സർക്കാരിൻ്റേതാണ്. 1 ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി മേഖലയിൽ ചാത്തനാത്ത് അച്യുതനുണ്ണി പ്രൊഫസർ, അതുപോലെ സയൻസ് മേഖലയിൽ PP ദിവാകരൻ, അതുപോലെ സോഷ്യൽ സയൻസ് മേഖലയിൽ പ്രൊഫസർ KP മോഹനൻ. 3 പേരുകളും നിങ്ങൾക്ക് കാണാം. അത് പല ആവർത്തി വായിച്ച് ഹൃദയസ്ഥമാക്കൂ, ഉപകാരപ്പെടും. ഇനി ഫാക്ട് നമ്പർ 27, 27ാമത് ഫാക്ട്. നമുക്കറിയാം, ലോകത്തിലെ ഹോളിവുഡ് സിനിമാ മേഖലയിലെ പ്രശസ്തനായ ഒരു നടൻ, ടാർസൻ ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തനായി തീർന്ന ഒരു ഹോളിവുഡ് നടനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ടാർസൻ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ലോകപ്രശസ്തനായ ഒരു നടൻ, ഹോളിവുഡ് നടൻ വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് റോൺ ഈലി എന്നാണ്. മറക്കണ്ട, ടാർസൻ റോൺ ഈലി. അദ്ദേഹമാണ് പോയ വാരം നമ്മളെ വിട്ടുപിരിഞ്ഞത്. റോൺ ഈലി കാണാൻ കഴിയും. ഫാക്ട് നമ്പർ 28 ആണ്. വളരെ പ്രധാനമാണ്, നമ്മൾ മുൻ ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്തതുമാണ്. കേരള സർക്കാരിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകുന്നതിനുള്ള പോർട്ടലിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? അതാണ് സാരഥി. മറക്കണ്ട, ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൻ്റെ പേര് സാരഥി എന്നാണ്. അത് നിങ്ങൾക്ക് കാണാം. കേരള സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സാരഥി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി 29ാമത് ഫാക്റ്റാണ്. അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്, KUHS, നമുക്കറിയാം, അതിൻ്റെ വൈസ് ചാൻസലറായി പുതിയ ഒരു ആളിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ KUHSൻ്റെ എന്താണ് ഫുൾ ഫോം? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ പുതിയ VC വൈസ് ചാൻസലർ ആര്? അതാണ് ചോദ്യം. ആരാണ്? മോഹനൻ കുന്നുമ്മൽ. മറക്കണ്ട, മോഹനൻ കുന്നുമ്മൽ. അദ്ദേഹമാണ് പുതിയ VC ടു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ്. ഓക്കെ, ഇനി ഈ ആഴ്ചയിലെ അവസാനത്തെ ഒരു ഫാക്റ്റിലേക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്, 30ാമത് ഫാക്റ്റ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. എന്താണ്? യൂറോപ്യൻ യൂണിയൻ്റെ പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇതാണ് ചോദ്യം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരം ലഭ്യമായത് ആർക്ക്? 2 പേർക്കാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. 2 പേരുകളും നിങ്ങൾക്കിവിടെ കാണാം. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാക്കളായ 2 പേർക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാക്കളാണ്. ആദ്യത്തെ ആളിൻ്റെ പേര് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. മരിയ കോറിന മെക്കാഡോ ഒരാൾ. എഡ്മണ്ടോ ഗോൺസാലസ് ഉറൂറ്റിയ, രണ്ടാമത്തെ ആളിൻ്റെ പേര് എഡ്മണ്ടോ ഗോൺസാലസ് ഉറൂറ്റിയ. ഈ 2 പേർക്കാണ് ഇത്തവണത്തെ യൂറോപ്യൻ യൂണിയൻ്റെ പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. 2 പേരുകളും മറക്കണ്ട. 2 പേരും വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാക്കളാണ്. ഈ പേരുകൾ ഹൃദിസ്ഥമാക്കുക. ഇതിൻ്റെ അലൈഡായിട്ട്, അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇത് നോക്കി വയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരാ? ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് റോബർട്ട മെറ്റ്സോളയാണ് യൂറോപ്യൻ പാർലമെൻറ്റ് പ്രസിഡന്റ്. അതുകൂടി ഈ ഘട്ടത്തിൽ നോക്കി വയ്ക്കുക. അത് കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഈ 10ാമത് സെഷൻ്റെ ഡിസ്കഷൻ ഇന്ന് ഇവിടെ പൂർത്തിയാകുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ധാരണയോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, ഞാൻ എല്ലാ സെഷനിലും പറയുന്നത് പോലെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ്റെ ഭാഗമാകുക. ഇനി വരാൻ പോകുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് വളരെ പ്രധാനമായി ചോദിക്കുന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് വരുന്ന തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.